നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. റദ്ദാക്കിയ UGC നെറ്റ് CSIR നെറ്റ് പരീക്ഷകൾക്ക് തീയതികളായി. റദ്ദാക്കിയ UGC നെറ്റ് പരീക്ഷകൾ നടത്താനുള്ള തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെ UDC നെറ്റ് പരീക്ഷകൾ നടക്കും. CSIR നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെ നടക്കും. NCET പരീക്ഷ ജൂലൈ 10 നടക്കും. ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിലാണ് പരീക്ഷകൾ മാറ്റിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചത്. ഇനി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റി. സർക്കാർ ആശുപത്രികളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കില്ലെന്ന നിലപാട് മാറ്റി സർക്കാർ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കി സർക്കാർ ഉത്തരവിറക്കി. ജനകീയ ആരോഗ്യ കേന്ദ്രം, ഫാമിലി ഹെൽത്ത് സെന്റർ, അർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് മാറ്റുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡ് വയ്ക്കും. പേര് മാറ്റാതെ കേന്ദ്ര ഫണ്ട് ലഭിക്കില്ലെന്ന് വന്നതോടെയാണ് കേരളം നിലപാട് മാറ്റിയത്. കോ ബ്രാൻഡിംഗ് ആയാണ് പേരുമാറ്റം എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം. തിരുത്തൽ നടപടികൾ വേണം. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം തള്ളി കേന്ദ്ര കമ്മിറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ CPIM കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. മുൻകാലങ്ങളിലെ തീരുമാനങ്ങൾ പലതും ഫലപ്രദമായി നടപ്പാക്കുവാൻ ആയില്ല. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുവാനും ആയില്ല. ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പോളിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു. ദേശീയ തലത്തിൽ CPIM ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയ തലത്തിലെ നേതാക്കൾ എതിർത്തു. ED സ്വത്ത് മരവിപ്പിച്ചതായി തന്നെ അറിയിച്ചിട്ടില്ല. ഔദ്യോഗിക അറിയിപ്പിന് ശേഷം പ്രതികരിക്കാം. MM വർഗീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വത്ത് മരവിപ്പിച്ചതായി തന്നെ അറിയിച്ചിട്ടില്ലെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. തന്റെയോ പാർട്ടിയുടെയോ സ്വത്ത് മരവിപ്പിച്ചതായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല. EDയുടെ ഔദ്യോഗിക വിവരം ലഭിച്ചതിന് ശേഷം പ്രതികരണമെന്നും MM വർഗീസ് പറഞ്ഞു. കോട്ടയത്തെ ആകാശപാതയിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. തിരുവഞ്ചൂരിനോട് 10 ചോദ്യങ്ങളുമായി CPM രംഗത്ത്. കോട്ടയത്തെ ആകാശപാത വീണ്ടും ചർച്ചയായതോടെ രാഷ്ട്രീയ തർക്കവും മുറുകുന്നു. നാട്ടുകാർക്ക് ഗുണമില്ലാത്ത പദ്ധതിയിലൂടെ സർക്കാരിനുണ്ടായ നഷ്ടം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരിച്ചടയ്ക്കണമെന്നാണ് CPM ആവശ്യം. എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാൻ CPM ആണ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കുവാൻ കാരണമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് പ്രതിരോധം. ധന ആരോഗ്യ വകുപ്പുകൾ സമ്പൂർണ്ണ പരാജയം. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം. മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം. ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രവർത്തനം പോരെന്നും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമായത് വകുപ്പുകളുടെ പരാജയമാണെന്നും വിമർശനം ഉയർന്നു. അതേസമയം യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കാര്യമായ വിമർശനമില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട CPIMന്റെ പൊതുസമീപനത്തിന് എതിരാണ് MLAമാരുടെ അഭിപ്രായം. ധന ആരോഗ്യ വകുപ്പുകൾ സമ്പൂർണ്ണ പരാജയമാണെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു.
ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്നു. യുപിയിൽ മതിലിടിഞ്ഞു വീണ 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശ് ഗ്രേറ്റർ നോയിഡയിൽ മതിൽ തകർന്ന 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. 5 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ശക്തമായ മഴയിലും വെള്ളക്കെട്ടിലും കാറ്റിലുമാണ് മതിൽ ഇടിഞ്ഞു വീണത്. കുട്ടികൾ മതിലിനടിയിൽ പെട്ടുപോവുകയായിരുന്നു. 4 വയസ്സുകാരനായ ആഹദ്, 8 വയസ്സുകാരനായ ആദിൽ, 2 വയസ്സുകാരിയായ അൽഫിസ എന്നിവരാണ് മരിച്ചത്. മസ്റ്ററിംഗ് നിർബന്ധം, ഇല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ലെന്ന് മുന്നറിയിപ്പ്. LPG ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കുവാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2 മാസം പിന്നിടുമ്പോഴും തണുപ്പൻ പ്രതികരണമായതോടെ മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ലെന്ന മുന്നറിയിപ്പുകളും പുറത്തുവരുന്നു. കാലവർഷം ദുർബലമായി. ജൂലൈ 4 ശേഷം കാലവർഷം വീണ്ടും സജീവമായേക്കും. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായി. മഴയുടെ തീവ്രത കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇടത്തരം മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇന്നോ അടുത്ത ദിവസങ്ങളിലോ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ജൂലൈ 4 ശേഷം കാലവർഷം വീണ്ടും സജീവമായേക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.